ധനുഷ്, പൃഥ്വിരാജിൻ്റെ പഴയ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞു എന്നെ സിനിമയിൽ ഒതുക്കാൻ ശ്രമമുണ്ട്. അദ്ദേഹം വന്ന സമയമാണ് 10-12 സിനിമയിൽ ഞാൻ അഭിനയിച്ചു. 12 സിനിമയിൽ അഭിനയിച്ച എന്നെ, ഞാനൊന്നുമല്ല ഇപ്പോൾ സിനിമയിൽ, അങ്ങനെയുള്ള എന്നെ എന്തിനാണ് എൻ്റെ സിനിമകൾ പരാജയപ്പെടുത്താനും എനിക്ക് അവസരങ്ങൾ ഇല്ലാതാക്കാനും ഉള്ള ഒരു ലോബി ഇവിടെ ഉണ്ട്. ഈ 12 സിനിമ കണ്ടിട്ടുണ്ടോ ജോണേട്ടൻ? തുടക്കകാലത്ത് ഞാൻ ആദ്യത്തെ പടം നന്ദനം, നല്ല സിനിമയായിരുന്നു, നല്ല പടമായിരുന്നു. രഞ്ജിത്തായിരുന്നു സംവിധാനം. അതെ അതെ അതെ, നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ. അത് കഴിഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ട്, നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരൻ. അശ്വന്ത് കോക്കൊന്നും ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ ഈ പൃഥ്വിരാജ് ഒന്നും ഉയർന്നേ വരില്ലായിരുന്നു. അയ്യോ, ഇത് പറയുമ്പോൾ ഇപ്പൊ തെറിവിളി തുടങ്ങും. പൃഥ്വിരാജിന്റെ ഫാൻസ് വന്ന് എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കമന്റ് ബോക്സിലും എല്ലാം പച്ചത്തെറിയാട്ടോ, ഒരു രക്ഷയില്ല. സൈബർ ആക്രമണം, അതിഭീകരമായിട്ടുള്ള സൈബർ ആക്രമണം. ഞാൻ നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മളത് രോമത്തിൽ പോലും ഏൽക്കുന്നില്ല എന്നുള്ള ഒറ്റ പറയണേ, എനിക്ക് അസൂയാണെന്ന്. പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ സന്തോഷ് പണ്ഡിറ്റ് പറയും നിങ്ങൾക്ക് അസൂയാണെന്ന് പറയും. പണ്ടത്തെ സന്തോഷ് പണ്ഡിറ്റ്, ഇപ്പോഴത്തെ സന്തോഷ് പണ്ഡിറ്റ് അത് പറയില്ല. അതുപോലെയാണ് ഉമാറിന്റെ കാര്യം എന്ന് പറയുന്നത്. തുടർന്നോ? അപ്പോൾ അന്ന് ഇങ്ങനെ പറഞ്ഞു എന്നെ ഒതുക്കാൻ ശ്രമമുണ്ട്. നമ്മളും അത് കേട്ടിട്ടുണ്ട്, ഇദ്ദേഹത്തെ ഒതുക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു, അതിൻ്റെ പിന്നിൽ ചില നടന്മാരുണ്ടായിരുന്നു. ഇദ്ദേഹം അത് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ അമ്മയും ചില സമയത്തൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പങ്ക്യന്തരേണ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പണ്ടത്തെ വീഡിയോ. ദിലീപാണ് അതിന്റെ പിന്നിലെന്നൊരു, പക്ഷേ മല്ലിക സുകുമാരൻ അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കരുതുന്നില്ല എന്ന് മല്ലിക പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു എന്നുള്ളത് ആദ്യം പറയുന്നുണ്ട്. കൂവി തോപ്പിക്കാൻ ശ്രമിച്ചു, അവസരങ്ങൾ ഇല്ലാതാക്കി പറയുന്നുണ്ട്. അതെ. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പൃഥ്വിരാജ് പറഞ്ഞു അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് സിനിമയിലുള്ളതായി എനിക്കറിയില്ല, എന്നെ ആരും ഒതുക്കാൻ ശ്രമിച്ചിട്ടില്ല, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. ഓന്ത് പോലും ഇത്ര പെട്ടെന്ന് നിലപാട് മാറില്ല. ഓന്ത് പോലും വളരെ പതുക്കെ മാത്രമാണ് നിറം മാറുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ വളരെ സ്പീഡിൽ അങ്ങ് മാറികളയും. പുരോഗമനാത്മകമായിട്ടുള്ള നിലപാടുകൾ സമൂഹത്തിൽ വാരി വിതറുകയും അതേസമയം ഈ പുരോഗമനാത്മകമായിട്ടുള്ള നിലപാടുകൾ തൻ്റെ അതിർത്തി വരമ്പിന് പുറത്ത് മാത്രം നിർത്തുന്ന ഒരാളുമാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ. ഈ നമ്മൾ പറയുമല്ലോ, ചില കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നമ്മൾ പറയുമല്ലോ, അതായത് പുറത്തിറങ്ങിയിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തെ കുറിച്ച് സംസാരിക്കും, സ്ത്രീകൾ താലി വലിച്ചെറിയണം, താലി ചുടണം എന്നൊക്കെ പറയുകയും, എന്നാൽ സ്വന്തം വീട്ടിനകത്തേക്ക് വരുമ്പോൾ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിപ്പോകരുത് എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്യുകയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പൊതുവെയുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അതിനെക്കാട്ടിലും ഭംഗിയായിട്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ ഈ സംഭവം തൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നതെന്ന് ഞാൻ പറയും. പൃഥ്വിരാജിൻ്റെ ആ നിലപാട് മാറ്റം നമുക്കൊന്ന് കേൾക്കാം. ആദ്യം പൃഥ്വിരാജ് പറയുന്നത് ഇങ്ങനെയാണ്. എന്നോടൊരു വല്ലാത്ത വൈരാഗ്യവും ദേഷ്യവും ഉണ്ട്. അവരത് മെറ്റീരിയലൈസ് ചെയ്യുന്നത് ഓരോ സംവിധായകരെ വിളിച്ച് എന്നെ പറ്റി എന്തെങ്കിലും പറയുക, ഞാൻ ചെയ്യാണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യുക, എന്റെ പ്രോജക്റ്റുകൾ എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ചോദിക്കാനുള്ള വേറൊന്നുമില്ല. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാർക്കെതിരെയാണ്. ഞാനിവിടെ ആർക്കും ഒരു ഭീഷണിയൊന്നുമല്ല. ഞാനൊരു തുടക്കക്കാരനാണ്. ഞാൻ 10-12 സിനിമകളിൽ അഭിനയിച്ച ഒരു പുതുമുഖമാണ്. ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകമൊന്നും ഞാൻ ആയിട്ടില്ല. നാളെ പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമൊന്നും അല്ലാതെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയുള്ള നിസ്സാരമായിട്ട് എന്റെ കൂട്ട് ഒരു ചെറിയ നടനെതിരെ ഇത്രയും ഭയങ്കരമായ എതിർപ്പുകളും ഇത്രയും എനിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അത്തരമൊരു പവർ കണ്ടോ? ഇത് ആദ്യം അന്ന് പറഞ്ഞത്. അന്ന് പൃഥ്വിരാജ് പറഞ്ഞ ശരിയാണ്. 12 പടം അഭിനയിച്ചു, ഒന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല, നന്ദന മാത്രം ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം വിനയന്റെ കൂടെയൊക്കെ ചേർന്ന് സത്യം എന്ന് പറഞ്ഞ സിനിമയൊക്കെ പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് പൃഥ്വിരാജ് പുറത്തേക്ക് വന്നു. അന്ന് പൃഥ്വിരാജ് ഒരു വലിയൊരു സംഭവമല്ല. പൃഥ്വിരാജ് ഒരു പാവം പയ്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ വരുന്ന പാവം പയ്യൻ. പക്ഷേ ഇന്ന് പൃഥ്വിരാജ് അങ്ങനെയല്ല. ഇന്ന് പൃഥ്വിരാജ് കൃത്യമായിട്ട് പ്ലാനിട്ട്, പൃഥ്വിരാജിൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ആ പ്രൊഡക്ഷൻ കമ്പനിക്ക് കൃത്യമായിട്ട് സിനിമകൾ ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജിന് ആഗ്രഹിച്ച സിനിമകൾ ഇന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. പൃഥ്വിരാജ് പുറമേ ഉള്ള സിനിമ, മലയാളം മാത്രമല്ല തമിഴ്, തെലുങ്ക്, അങ്ങനെയുള്ള പല സിനിമകളിലും പൃഥ്വിരാജ്, ബോളിവുഡിൽ വരെ പൃഥ്വിരാജിന് കണക്ഷൻസ് ഉണ്ട്. പൃഥ്വിരാജ് ഇന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഒരു മനുഷ്യന് ഒന്നുമില്ലാത്ത സമയത്തെ നിലപാടും വളരുമ്പോൾ ഉള്ള നിലപാടും, അതായത് പൃഥ്വിരാജ് അന്ന് പാവമായിട്ട് നിന്നപ്പോൾ അന്ന് പവർ ഗ്രൂപ്പ് ഉണ്ടായില്ലെങ്കിൽ ആ പവർ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളെ പൃഥ്വിരാജ് ആരാധനയോടുകൂടി അല്ലെങ്കിൽ ഭയത്തോടുകൂടി നോക്കിക്കാണണം. അതേ പവർ ഗ്രൂപ്പിനോളം പൃഥ്വിരാജ് വളർന്നപ്പോൾ സെയിം നിലപാടിലോട്ട് പൃഥ്വിരാജ് മാറി അല്ലേ? അതായത് എനിക്ക് പൈസ ഇല്ലാത്ത, ഞാൻ ഇന്നലെ ഒരു കിടിലം കോട്ട് കണ്ടു കേട്ടോ. അത് കിടിലം കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതൊരു രസകരമായിട്ടുള്ളൊരു കോട്ടായിരുന്നു. അതായത് നമ്മൾ എത്തീസ്റ്റ് ആയിരിക്കുന്നത് എപ്പോഴാണ്, അതായത് ദൈവവിശ്വാസം ഇല്ലാതിരിക്കുന്നത് എപ്പോഴാണ്, നമ്മളൊരു ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്, ആ ഫ്ലൈറ്റിൽ പൈലറ്റ് ഇല്ല എന്നറിയുന്നത് വരെ മാത്രമാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്നത് എപ്പോഴാണ്, നമ്മളൊരു ബില്യണിയർ ആവുന്നത് വരെ മാത്രമാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആയിട്ടിരിക്കുന്നത്. വളരെ കറക്റ്റാണ്. നമ്മളൊരു ഫെമിനിസ്റ്റ് ആയിരിക്കുന്നത് എപ്പോഴാണ്, നമ്മുടെ കല്യാണം കഴിയുന്നത് വരെ മാത്രമാണ് നമ്മളൊരു ഫെമിനിസ്റ്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരന്റെ കാര്യം. അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കാം. എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല.
ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നു. ഞാൻ അവരാൽ ബാധിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അന്ന് പൃഥ്വിരാജ് പറഞ്ഞത് എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, എന്നെ എന്താണ് ചെയ്യുന്നു, ഞാൻ എൻ്റെ ക്യാരക്ടറുകൾ വിളിച്ച് ബ്ലോക്ക് ചെയ്യുന്നു എന്ന് അന്ന് പൃഥ്വിരാജ് പറഞ്ഞു. ഇന്ന് പറയുന്നു ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. ആ നാണക്കേടായിരിക്കും ചിലപ്പോൾ, അതായിരിക്കാം ചിലപ്പോൾ. ഇതുപോലെ പൃഥ്വിരാജിന്റെ വേറൊരു നിലപാടുണ്ട്. ഇതേപോലെ നിലപാട് സിംഗമായതുകൊണ്ട് ഈ അതിജീവിതയുടെ വിഷയം വന്നല്ലോ, നടിയാക്രമണയുടെ വിഷയം വന്നപ്പോൾ പുള്ളി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, പുള്ളിയുടെ സിനിമയിൽ പുള്ളി എന്ത് ചെയ്യില്ല, എക്സ്പോസിങ് രംഗങ്ങളോ അല്ലെങ്കിൽ പുള്ളി എന്ത് ചെയ്യില്ല മറ്റേ ഐറ്റം സോങ്ങുകളോ ഒന്നും ഉൾപ്പെടുത്തില്ല. ലൂസിഫറിൽ നല്ല ഒന്നാം തരം ഒരു ഐറ്റം സോങ് അത് ചോദിക്കുമ്പോൾ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. അത് ചോദിക്കാൻ നമ്മൾ പാടില്ല. ചോദിക്കുമ്പോൾ പുള്ളി പറയും അവിഭാജ്യ ഘടകമാണ്, അതെങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും, പിന്നെ എന്തിനാണ് ആൾക്കാർ സിനിമ കാണാനായിട്ട് വരുന്നത്. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള നിലപാടുകളും കാര്യങ്ങളും ഒക്കെ അത് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അടുത്തൊരു സംഭവം, ഓന്തുപോലും ഇത്ര സ്പീഡിൽ നിറമാറില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത സംഭവമുണ്ട്, പൃഥ്വിരാജിന്റെ ബ്രോഡാഡി സിനിമാ സെറ്റിൽ പൃഥ്വിരാജിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ, അയാളുടെ പേരെന്താ, മൻസൂർ റഷീദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു യുവതിയെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കുന്നു. ഒരുത്തം പറയുന്നു സെറ്റിലല്ലല്ലോ, വിധിയുണ്ട്. ഇത് പൃഥ്വിരാജ് പറയുന്നത് വെച്ചാണ് ഞാൻ പറയുന്നത്. പൃഥ്വിരാജ് പറയുന്നത് എൻ്റെ തൊഴിലിടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഉറപ്പാക്കാനേ എനിക്ക് സാധിക്കൂ, അതുകൊണ്ട് പോലും എന്റെ ഉത്തരവാദിത്തം തീരുന്നില്ല. അവരെ ആ സിനിമയിൽ റോൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് റോൾ കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കും. ഈ സിനിമാ പ്രവർത്തകർ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ ഗത്യന്തരമില്ലാതെ ഇപ്പോൾ ഇയാളുടെ നിലപാട് പറഞ്ഞിരിക്കുകയാണ് പൃഥ്വിരാജ്. ലേറ്റസ്റ്റ് ന്യൂസാണ്, മൻസൂറിനെതിരെ കേസെടുത്തെന്ന് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ എമ്പുരാൻ ഷൂട്ടിങ്ങിന്റെ തുടക്കത്തിലായിരുന്നു ഇത്. അതുവരെ ഒന്നും അറിഞ്ഞില്ല, പാവം. അപ്പൊ അത് മറച്ചു വെച്ചിട്ടാണ് ഇപ്പൊ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ സെറ്റ് സുരക്ഷിതമാണെന്ന്. ഹൈദരാബാദിൽ കേസുണ്ട് എങ്ങനെ ഇരിക്കുന്നു, അത് മറച്ചു വെച്ചു. അപ്പൊ അറിഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ എമ്പുരാൻ ഷൂട്ടിങ്ങിന്റെ തുടക്കത്തിലാണിത്. അപ്പൊ ഞാൻ അറിഞ്ഞു ആ സംഭവം. എന്നിട്ട് ഇപ്പൊ വന്ന് പറയുകയാണ് എന്റെ സെറ്റ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാനേ എനിക്ക് പറ്റൂ. ബാക്കി എല്ലാ സെറ്റും അങ്ങനെ അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് പോലും എൻ്റെ ഉത്തരവാദിത്തം തീരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി അറിഞ്ഞു തൻ്റെ സെറ്റിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പുള്ളി അറിഞ്ഞു. മാത്രമല്ല അവരെ 6 ലക്ഷം രൂപ വാങ്ങിച്ചു. ആ യുവതിയുടെ കുടുംബജീവിതം തകർന്നുപോയി. മയക്കുമരുന്ന് ഉപയോഗം, അതായത് പൃഥ്വിരാജിന്റെ സെറ്റിൽ മയക്കുമരുന്ന് ഉപയോഗം, അതിനെക്കുറിച്ച് എന്താ പറയാത്തത്? മയക്കുമരുന്ന് കൊക്കക്കോളയിൽ കലക്കി കൊടുത്താണ് യുവതിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. യുവതി എന്നിട്ട് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. ഭർത്താവിനെ ഇവർ നിലവിളിച്ചുകൊണ്ട് പുറത്തിറങ്ങി, ഇവർ എഴുന്നേറ്റപ്പോഴാണ് ഇവർ യൂസ് ചെയ്തത്. ഭർത്താവിനെ ഇവർ വിളിച്ചു പറഞ്ഞു, ജെന്യുവിനായിട്ടുള്ള കേസാണ്. ഭർത്താവിനെ ഇവർ വിളിച്ചു പറയുന്നു, ഭർത്താവ് വരുന്നു, അവരുടെ ജീവിതത്തിൽ താളമെത്തിലുണ്ടാകുന്നു, അവരുടെ ജീവിതം താറുമാറായി പോകുന്നു. ഇത് പൃഥ്വിരാജ് ഇയാൾ പറയുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ അറിഞ്ഞു. ശരി പോട്ടെ, പൃഥ്വിരാജിന്റെ ഭാഗത്ത് ഞാൻ നിൽക്കാം. ഒക്ടോബറിൽ അറിഞ്ഞോ നിങ്ങൾ? ശരി, എന്നിട്ട് നിങ്ങൾ ആ യുവതിക്ക് നിയമസഹായത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഒന്നാമത്തെ ചോദ്യം വളരെ ജെന്യുവിനായിട്ടാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ആ യുവതിയെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടോ? സ്ത്രീ സംരക്ഷണത്തിന്റെ അപ്പോസ്റ്റലിനാണല്ലോ പൃഥ്വിരാജ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സംരക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സെറ്റിൽ ഇങ്ങനെ ഒരു അത്യാഹിതം നടന്ന യുവതിക്ക് നിങ്ങൾ മാനസികമായിട്ടുള്ള പിന്തുണ, നിയമസഹായം എന്താണ് നിങ്ങൾ നൽകിയത്? അയാളെ, ഈ മൻസൂർ റഷീദ് എന്ന് പറയുന്ന ആളെ കുടുക്കാൻ, അല്ലെങ്കിൽ അയാളെ ഈ സംഭവം നടത്തിയെന്ന് അതിജീവിതയ്ക്കൊപ്പം നിൽക്കാനായിട്ട് അയാൾക്കെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളൊരു ചോദ്യമാണ്. അയാളെ നമ്മുടെ ഈ കൊല്ലത്തെ, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ഏതോ സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറിയോ എന്തോ ബ്രാഞ്ച് സെക്രട്ടറിയോ ആണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ. അതാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് യുവതി ആരോപിക്കുന്നത്. ആ സെറ്റിൽ ഈ സംഭവം നടന്നു, ഞാൻ അയാളെ പിടിച്ച് പുറത്താക്കിയതോടുകൂടി ഞാൻ അങ്ങ് കൈ കഴുകി എന്നാണോ പൃഥ്വിരാജിന്റെ നിലപാട്? എന്നിട്ടാണോ പൃഥ്വിരാജ് ഇവിടെ വന്നിട്ട് എൻ്റെ സെറ്റ് മാത്രം ശുദ്ധിയായാൽ പോരാ, അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്ന് പൃഥ്വിരാജ് പറയുന്നത്? അങ്ങനെയാണോ പൃഥ്വിരാജ് പറയുന്നത്? എന്തൊരു ഇരട്ടത്താപ്പാണെന്ന് നോക്കണം. അപ്പോൾ ഈ യുവതിക്ക് വേണ്ട ആ മൻസൂർ എന്ന് പറയുന്ന ആ വ്യക്തിയെ, പോലീസ് അന്വേഷിക്കുന്ന ആ വ്യക്തിയെ അറ്റ്ലീസ്റ്റ് ഇത് പോലീസിൽ ഇൻഫോം ചെയ്യണ്ടേ? ഇത് മാധ്യമങ്ങളെ പൃഥ്വിരാജ് അറിയിക്കണ്ടേ? സെറ്റിൽ നടന്നൊരു സംഭവം മൂടി വയ്ക്കുകയാണ്, ഇല്ലേ? മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച സംഭവം അടക്കം മൂടി വയ്ക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള വേറെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം നമുക്ക് മാറ്റി നിർത്താം, മയക്കുമരുന്ന് ഉപയോഗമാണ്. ഹേമ കമ്മിറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. അതാണ് ചർച്ച ചെയ്യേണ്ടത്. അത്തരത്തിലൊരു ഉപയോഗത്തിന്റെ ഒരു മാതൃകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതും പൃഥ്വിരാജിന്റെ ബ്രോഡാഡി സെറ്റിലാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ പറയാം, പൃഥ്വിരാജിനെ മാത്രം എടുക്കണ്ട, ആശീർവാദ് സിനിമാസല്ലേ നിർമ്മിച്ചത്. ആന്റണി പെരുമ്പാവൂരിന് മറുപടി പറയട്ടെ. ആന്റണി പെരുമ്പാവൂരിന്റെ സെറ്റ് കൂടെയല്ലേ അത്? മറുപടി പറയട്ടെ. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നത് എല്ലാ ഉത്തരവാദിത്വം എടുത്ത് പൃഥ്വിരാജ് തലയിൽ വെക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ പൃഥ്വിരാജ് അത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുന്ന ഒരു സിംഗമാണ്. പൃഥ്വിരാജിന്റെ സെറ്റിൽ അത് നടന്നില്ല എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിന്റെ സെറ്റിൽ നിന്നാണ് നിങ്ങൾ ഒളിവിൽ പോയത്. ഞാൻ പറയട്ടെ, ചേട്ടൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു, ഞാൻ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്നു, ഞാൻ ഇവിടുത്തെ ഒരു ഹെഡാണെന്ന് വെക്കുക. അപ്പം ചേട്ടൻ ഒരു
കേസിൽ ഒളിവിൽ പോവുകയാണ്. അപ്പം ഞാൻ പറയുകയാണ് കുറേ നാൾ കഴിഞ്ഞ്, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അപ്പം നിങ്ങൾ എൻ്റെ ഓഫീസിൽ വരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നുണ്ട്. പോലീസ് ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് അയാൾ ഇങ്ങനെ ഒളിവിൽ പോയിരിക്കുകയാണ്, എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ പൃഥ്വിരാജിന് ഇതിനകത്ത് എന്തെങ്കിലും കൈയുണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും, ഇല്ലേ? അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ ഇയാൾ എന്ത് സ്ത്രീ സംരക്ഷണമാണ് പറയുന്നത്, എന്ത് സ്ത്രീകളുടെ ഉന്നമനമാണ് പറയുന്നത്, സെറ്റിൽ എന്ത് പീഡനമില്ല, മയക്കുമരുന്ന് ഉപയോഗമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ കൂടെ, അതായത് വേട്ടക്കാരനോടൊപ്പം പൃഥ്വിരാജ് നിന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇതിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളാണ് ഈ വിഷയം വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഞാനും പ്രശാന്ത് ഏട്ടൻ്റെ കൂടെയാണ് ഇരുന്നത്. ആ വിഷയം ഭയങ്കരമായിട്ട് ജനങ്ങൾ കണ്ടു, ജനങ്ങൾ ആ സംഭവം ഏറ്റെടുത്തു. ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്ത് ഇത് ഉയർന്നു വരണം. ഇതിൽ വളരെ ജെന്യുവനായിട്ടുള്ളൊരു കേസായതുകൊണ്ടാണ് നമ്മളിത് എടുത്തത്. കാരണം ബാക്കിയുള്ള കേസുകളൊന്നും കുറച്ച് കാണുന്നതല്ല, പക്ഷേ ഇതിൻ്റെ ഗ്രാവിറ്റി ഉണ്ടല്ലോ. നമ്മുടെ കോടതിയിലേക്ക് പോകുമ്പോൾ ചില കേസുകൾ അപൂർവങ്ങളായിട്ട് പരിഗണിക്കാറുണ്ടല്ലോ. ഇതിൻ്റെ ഗ്രാവിറ്റി അത്രത്തോളമുണ്ട്. കാരണം ഒരു യുവതിയുടെ കൺസെന്റ് ഇല്ലാതെ മയക്കുമരുന്ന് കൊടുത്ത് ആ യുവതിയെ ബോധം കെടുത്തിയിട്ട് അവരെ നഗ്നചിത്രം എടുത്ത് ഇലക്ട്രോണിക് ഡിവൈസ് വഴി പ്രചരിപ്പിക്കുക, പീഡിപ്പിക്കുക, പണം തട്ടുക, കുടുംബം തകർക്കുക ചെയ്യാനായിട്ട് ഇനി ആ യുവതിയോട് ഇനി കാണിക്കാനായിട്ട് ഈ സെറ്റിലുള്ള ധാർമ്മികമായിട്ട് പൃഥ്വിരാജ് പോലും കാണിക്കാനായിട്ട് ഇനി ഒന്നുമില്ല എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. ഇയാളുടെ ഈ എക്സ്പ്ലനേഷൻ നമുക്ക് പോരാ, കൂടുതൽ എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ ഇയാളുടെ മാത്രമല്ല ആ പ്രൊട്ടക്ഷൻ കമ്പനിയുടെയും വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.